ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ അറേസിനെ പറ്റിയാണ് പഠിച്ചത്. എന്താണ് അറേ എന്നും ഒരു അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്നും, അതായത് ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് അറേ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും, പിന്നെ ഒരു അറേ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അതായത് അറേയുടെ ഇനീഷ്യൽ വാല്യൂസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നും നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ എന്ന കൺസെപ്റ്റിനെ പറ്റിയാണ്. ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഇനിഷ്യലൈസിങ് സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു അറേ ആണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്പർ എന്നാണ് അറേയുടെ നെയിം. അതിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന 10 ആണ്. ഈ ബ്രാക്കറ്റിന്റെ അകത്ത് 10 എന്ന ഇൻറ്റീജർ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് അറേയുടെ സൈസ് എന്ന് വെച്ചാൽ 10 ആണ്. എന്നിട്ട് അതായത് നമുക്ക് 10 ഇൻറ്റീജർ നമ്പേഴ്സും നമുക്ക് ഈ അറേയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ആ 10 ഇൻറ്റീജർ നമ്പേഴ്സും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂസ്. ആദ്യമേ പറയട്ടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. ആക്ച്വലി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റീജർ നമ്പർ മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും വേരിയബിളും വേണമെങ്കിൽ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് മെൻഷൻ ചെയ്യാം. വേരിയബിൾ എന്ന് പറയുമ്പം ഐ എന്നോ ജെ എന്നോ ഒക്കെ പേരുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് മെൻഷൻ ചെയ്യാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആയിരിക്കണം. അങ്ങനത്തെ വേരിയബിൾ, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് നമുക്ക് ഈ അറേയുടെ ബ്രാക്കറ്റിന്റെ അകത്ത് മെൻഷൻ ചെയ്യാം. ഇനി നമ്മളിവിടെ 10 നമ്പേഴ്സിനെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പേഴ്സിനെ നമുക്ക് എലമെന്റ്സ് എന്ന് പറയാം. ഒരു അറേയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഡിജിറ്റ്സിനെയോ ക്യാരക്ടേഴ്സിനെയോ വാല്യൂസിനെയോ നമുക്ക് എലമെന്റ്സ് എന്ന് പറയാം. ഇവിടെ 23 എന്ന് പറയുന്നത് ആദ്യത്തെ എലമെന്റ് ആണ് അറേയുടെ. 10 സൈസുള്ള അറേയുടെ ആദ്യത്തെ എലമെന്റ് ആണ് 23. 34 എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെന്റ് ആണ്. 56 എന്ന് പറയുന്നത് മൂന്നാമത്തെ എലമെന്റ് ആണ്. 78 എന്ന് പറയുന്നത് 9ാമത്തെ എലമെന്റ് ആണ്. 10ാമത്തെ എലമെന്റ് ആണ്. 10 എലമെന്റ്സ് ആണ് ഇത് മൊത്തം ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഒന്നാമത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ്, മൂന്നാമത്തെ എലമെന്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഓരോ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്തത്. ഇത് നമ്മൾ കാഷ്വലായിട്ട് പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ഒന്നാമത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ് എന്ന്. പക്ഷെ കമ്പൈലർ ഈ നമ്പേഴ്സിനെ, ഈ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ എന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ്. ഈ ഇൻഡെക്സ് നമ്പർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡെക്സ് നമ്പർ 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചാണ് ഇതിലുള്ള ഓരോ എലമെന്റ്സിനെ, അറേയിലുള്ള ഓരോ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പർ 0-ലുള്ള എലമെന്റ്, ഇൻഡെക്സ് നമ്പർ 1-നെ റെപ്രസെന്റ് ചെയ്യുന്ന എലമെന്റ്, ഇൻഡെക്സ് നമ്പർ 2-നെ റെപ്രസെന്റ് ചെയ്യുന്ന എലമെന്റ് എന്നാണ് മീനിങ്. ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഈ അറേയിലുള്ള ഓരോ എലമെന്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പർ, ഈ 23 എന്ന നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അറേയിലുള്ള 0 എന്ന ഇൻഡെക്സ് നമ്പർ എന്ന രീതിയിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഈ നാലാമത് കാണുന്ന ഈ 22 എന്ന വാല്യൂ എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ 3-ൽ വരണം. അറേയുടെ ഇൻഡെക്സ് നമ്പർ 3-ൽ വരുന്ന എലമെന്റ് ആണ് ഈ 22 എന്ന വാല്യൂ. അപ്പൊ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അറേയിലുള്ള എലമെന്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് നമ്പർ 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ സൈസ് 10 ഉള്ള അറേ ആണെങ്കിൽ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 9 ആയിരിക്കും. 0 to 9 എന്ന് പറയുമ്പോൾ 10 എലമെന്റ്സ് ഉണ്ട്. അപ്പം സൈസ് 10 ഉള്ള അറേയുടെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന അതിന്റെ റേഞ്ച് 0 to 9 ആയിരിക്കും. സപ്പോസ് ഇപ്പം സൈസ് 5 ഉള്ള ഒരു അറേ ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ റേഞ്ച് 0 to 4 ആയിരിക്കും. 0 to 4 എന്ന് പറയുമ്പോൾ 5 നമ്പേഴ്സ് വരും, അതായത് 5 എലമെന്റ്സ് വരും. അപ്പം അങ്ങനെ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അറേയിലുള്ള ഓരോ എലമെന്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ കാഷ്വലായിട്ട് പറയുമ്പോൾ ഒന്നാമത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ്, മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുമെങ്കിലും നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചാണ് ഈ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ 0-ൽ വരുന്ന എലമെന്റ് ആണ്. രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ 1-ൽ വരുന്ന എലമെന്റ് ആണ്. ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അറേയിലുള്ള എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു, ഈ അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു നമ്പർ മെൻഷൻ ചെയ്യും. ആ നമ്പർ, ആ ഇൻറ്റീജർ നമ്പർ ഉദ്ദേശിക്കുന്നത്, അതിന്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ സൈസ് ഓഫ് ദി അറേ ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പഠിച്ചായിരുന്നു. ആക്ച്വലി ഈ അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന ആ ഇൻറ്റീജറിന് 2 മീനിങ് ആണുള്ളത്. ഓരോ സിനാരിയോ, 2 സിനാരിയോ ഉണ്ട്. ഓരോ സിനാരിയോയിലും ഓരോ മീനിങ് ആണ് ഇതിലുള്ളത്. ആദ്യത്തെ സിനാരിയോ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്.
ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഡിക്ലെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴോ നമ്മൾ ഈ അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഇന്റീജർ വാല്യൂവിന് സൈസ് ഓഫ് ദി അറേ എന്നാണ് മീനിങ്. നമ്മൾ ഇത്രയും നാളും കണ്ടത് അങ്ങനെ തന്നെയാണ്. ഇവിടെ അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിനകത്ത് നമ്പർ മെൻഷൻ ചെയ്താൽ അത് സൈസ് ഓഫ് ദി അറേ എന്നാണ് മീനിങ്. അത് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഈ ഇന്റീജർ വാല്യൂവിന് സൈസ് ഓഫ് ദി അറേ എന്ന് മീനിങ് ഉള്ളത്. അങ്ങനെ അല്ലാതെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ, ഈ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ വേറെ ഏത് സ്ഥലത്ത് വെച്ചും, പ്രോഗ്രാമിന്റെ വേറെ ഏത് പോർഷനിൽ വെച്ചും ഈ അറേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ എഴുതുന്ന നമ്പർ ഉദ്ദേശിക്കുന്നത് ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നമ്പർ 0, നമ്പർ 1, നമ്പർ 9 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ നമ്പർ എന്ന് പറയുന്നത് അറേയുടെ നെയിം ആണ്. ഇന്ന് ബ്രാക്കറ്റിന്റെ അകത്താണ് നമ്മൾ ഈ ഒരു ഇന്റീജർ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊന്നും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റോ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റോ അല്ല. ഇവിടെ അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഇന്റീജർ നമ്പർ എന്ന് വെച്ചാൽ ഈ ഇൻഡെക്സ് നമ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, സൈസ് ഓഫ് ദി അറേ അല്ല. ഈ സൈസ് ഓഫ് ദി അറേ എന്ന മീനിങ് വരുന്നത് ഇങ്ങനെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ മാത്രമേ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന ഇന്റീജർ വാല്യൂവിന് സൈസ് ഓഫ് ദി അറേ എന്ന് മീനിങ് ഉള്ളൂ. ഇവിടെ നമുക്ക് 23 എന്ന വാല്യൂ ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്ന് കരുതുക. 23 എന്ന വാല്യൂ വരുന്നത് 0 എന്ന ഇൻഡെക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ ഈ 0 എന്ന ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ 23 എന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ദാ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ അറേ നെയിം എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. 23 എന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ 0 എന്ന ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ അറേയുടെ നെയിം എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 1 എന്ന് ഉദ്ദേശിക്കുന്ന ഇൻഡെക്സ് നമ്പർ 1ൽ വരുന്ന എലമെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് 34. സപ്പോസ് ഇപ്പം ഈ 78 ആണ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ എന്ന് വെച്ചാൽ 9 ആണ്. അപ്പം അറേയുടെ നെയിം നമ്പർ എന്ന് എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് 9 എന്ന് എഴുതിയാണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് 78 എന്ന വാല്യൂ ഉള്ള എലമെന്റിനെയാണ്. ഒന്നും കൂടെ പറയാം. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. നെയിം എന്നാണ് അറേയുടെ പേര്. എന്നിട്ട് അതിന്റെ സൈസും കൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 6 എന്ന് സൈസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഈ 3 ക്യാരക്ടേഴ്സ് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ക്യാരക്ടർ അറേ ആണ്. ഇത് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഈ അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന ഇന്റീജറിന് സൈസ് ഓഫ് ദി അറേ എന്നാണ് മീനിങ്. അതേസമയം ഈ കാണിച്ച ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇതും സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റോ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റോ അല്ല. ഇവിടെ അറേയുടെ പേരിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ അകത്ത്, ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഒരു ഇന്റീജർ നമ്പർ റെപ്രസെന്റ് ചെയ്താൽ ഈ ഇന്റീജർ നമ്പർ ഇൻഡെക്സ് നമ്പറിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഡെക്സ് നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻഡെക്സ് നമ്പർ 3ൽ വരുന്ന എലമെന്റിന്റെ വാല്യൂ ആണ് ഇവിടെ G എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് ഇങ്ങനെ സിംഗിൾ കോൾസ് കൊടുക്കുന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ഈ അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ അകത്ത് കാണിച്ചിരുന്ന നമ്പർ എന്ന ഇന്റീജർ നമ്പർ എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏത് എലമെന്റ്, ആ എലമെന്റിന്റെ പൊസിഷൻ ഏതെന്ന് മനസ്സിലാക്കാനുള്ള ഇൻഡെക്സ് നമ്പർ ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന ഇന്റീജർ നമ്പറിന്റെ സൈസ് ഓഫ് ദി അറേ എന്ന് മീനിങ് ഉള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചാണ് ഒരു അറേയിലുള്ള ഓരോ എലമെന്റ്സിനെയും നമ്മൾ പ്രോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് നമ്പർ നമ്മൾ അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ അകത്താണ് മെൻഷൻ ചെയ്യുന്നത്. ഇങ്ങനെ ബ്രാക്കറ്റിന്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ 2 പർപ്പസിനാണ് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു ഇന്റീജർ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ പർപ്പസ് നമ്മൾ കണ്ടു, അറേ ഡിക്ലെയർ ചെയ്യുമ്പോഴോ ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴോ അതിന്റെ സൈസ് എത്രയാണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു ഇന്റീജർ വാല്യൂ അല്ലെങ്കിൽ വേരിയബിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതല്ലാതെ പ്രോഗ്രാമിൽ വേറെ എവിടെയെങ്കിലും ഈ അറേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ അറേ നെയിമിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മളൊരു ഇന്റീജർ റെപ്രസെന്റ് ചെയ്താൽ, ഇന്റീജറോ അല്ലെങ്കിൽ ഒരു വേരിയബിൾ റെപ്രസെന്റ് ചെയ്താൽ അത് കാണിക്കുന്നത് ആ ഇൻഡെക്സ് നമ്പറിനെയാണ്. ഈ അറേയിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ്, ഒരു ഇൻഡിവിജ്വൽ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇൻഡെക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ അറേക്കകത്ത് അറേ പേരിന്റെ കൂടെ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മളൊരു ഇന്റീജർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഈ ഇന്റീജർ നമ്പർ എന്ന് പറയുന്നത് 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 സൈസിലുള്ള ഒരു അറേ ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 to 9 ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈസ് 10 ഉള്ള അറേ ആണെങ്കിൽ അതിനൊരിക്കലും ഇൻഡെക്സ് നമ്പർ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ കാണത്തില്ല. ഇവിടെ തന്നെ സൈസ് 10 ഉള്ള അറേ ആണ്, അതിന്റെ മാക്സിമം ഇൻഡെക്സ് നമ്പർ 9 വരെ എത്തിയുള്ളൂ. 10 എന്ന ഇൻഡെക്സ് നമ്പർ അതിനില്ല.
ഇപ്പോൾ സൈസ് 5 ഉള്ള അറേ ആണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 to 4 വരെ ആയിരിക്കും റേഞ്ച്. സൈസ് 5 ഉള്ള അറേക്ക് 5 ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു വാല്യൂ വരത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. താങ്ക് യു.